എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇന്നത്തെ പ്രഭാത ചിന്ത, സമാപ്തി വരുത്തുന്ന ദൈവം. അതിനാധാരമായി 138 സങ്കീർത്തനം 8 വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന ഈ വാക്യത്തെ വിവിധ അർത്ഥങ്ങളിൽ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. 57 സങ്കീർത്തനം 2 വാക്യം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അതെ, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. സകലവും എന്ന പദത്തിൽ ഉൾപ്പെടാത്തതൊന്നുമില്ല. ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല, ശാരീരികവും മാനസികവും ആത്മീയമായതെല്ലാം, സ്വർഗീയവും ഭൗതികമായതും എല്ലാം. അതെ, എല്ലാം നിർവഹിക്കുന്ന ദൈവത്തെ, ഇഹത്തിലും പരത്തിലും മതിയായ ആ ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആവശ്യങ്ങളെക്കാൾ അവൻ മതിയായവൻ. ആ കർത്താവിനോട് ചേർന്ന് മുൻപോട്ട് പോകാൻ കർത്താവ് കൃപ തരട്ടെ. 2 സങ്കീർത്തനം 18:32 വാക്യം, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. ഞാൻ പരിമിതികളുള്ള മനുഷ്യനാണ്. ഞാൻ പോകുന്ന വഴികളിൽ എന്നെ കാത്തിരിക്കുന്ന കല്ലുകൾ മുൻകൂട്ടി കാണാൻ കഴിവില്ലാത്തവനാണ്. എൻ്റെ വഴിയിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളും കുറവുകളും കാണാനും അറിയാനും കഴിവില്ലാത്തവനാണ് ഞാൻ. എന്നാൽ സർവജ്ഞാനിയായ ദൈവം ഞാൻ വീഴാൻ സാധ്യതയുള്ള കല്ലുകൾ മുൻകൂട്ടി കാണുന്നു, അത് പെറുക്കുന്നു. അതെ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതിൻ്റെ അർത്ഥം ഇതാണ്. എന്നെ നീതിപാതകളിൽ നടത്തുന്നു, എൻ്റെ വഴിയിലെ അപകടങ്ങളെ തീർക്കുന്ന എൻ്റെ ദൈവം. അതെ, നിന്നോടൊപ്പം ആ ദൈവമുണ്ട്. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പീൻ. 3 ഫിലിപ്പിയ ലേഖനം 1 വാക്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. സുവിശേഷം മുഖാന്തരമുള്ള നല്ല പ്രവൃത്തി ആരംഭിച്ചത് കർത്താവാണ്, ദൈവാത്മാവാണ്. കർത്താവിന്റെ കൃപയും ദൈവാത്മാവിന്റെ വ്യാപാരവുമാണ് ഈ നല്ല പ്രവൃത്തിയുടെ തുടക്കവും നടത്തിപ്പും. ഈ നല്ല പ്രവൃത്തി ആരംഭിച്ച 1 നാൾ മുതൽ കർത്താവിന്റെ മുൻപിൽ നിൽക്കുന്ന ആ ദിവസം വരെ നമ്മെ കാക്കുവാൻ വിശ്വസ്തനായ ദൈവം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മിൽ ആരംഭിച്ച പ്രവൃത്തി തികയ്ക്കുന്നതും കർത്താവാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭം മാത്രമല്ല, അതിന്റെ പൂർത്തീകരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. അതെ, തളർന്നു പോകാതെ നിൽക്കട്ടെ. 4 ഫിലിപ്പിയ ലേഖനം 2 13 വാക്യം, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. യേശു ക്രിസ്തുവിന് വിശ്വാസിയിലുള്ള കർത്തൃത്വത്തിന്റെ പരമാധികാരത്തിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണിത്. നമ്മെ സംബന്ധിച്ച കാര്യങ്ങൾ ഇച്ഛിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ദൈവമാണ്. ആ തിരുവുള്ളത്തിൽ നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം ജന്മമെടുക്കുന്നു. അവിടുത്തെ കൈകൾ അത് തികയ്ക്കുന്നു. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. നാം ആ ദൈവത്തിൻ്റെ കൈക്കലയാടാണ്. നമ്മെ കിടത്തുന്നതും നടത്തുന്നതും തണുപ്പിക്കുന്നതും നിർഭയം കാക്കുന്നതും നീതിപാതകളിൽ നടത്തുന്നതും ആശ്വസിപ്പിക്കുന്നതും വിരുന്നൊരുക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും നന്മയും കരുണയും പിന്തുടരുമാറാക്കുന്നതും യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിപ്പിക്കുന്നതുമെല്ലാം യഹോവ എൻ്റെ ഇടയൻ എന്നതിനാലാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ തുടങ്ങി കൂരിരു താഴ്വരകളിലൂടെ യഹോവയുടെ ആലയത്തിൽ പാർക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ പദ്ധതിയാണ്. പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്ന ദൈവം. കർത്താവ് നമ്മെ വഴി നടത്തുന്നവൻ മാത്രമല്ല, നമ്മുടെ വഴിയുമാണ്. അവിടുന്ന് നമ്മുടെ വഴികാട്ടി മാത്രമല്ല, ലക്ഷ്യം കൂടെയാണ്. അവിടുന്ന് ലക്ഷ്യമാണെന്ന് പറയുമ്പോൾ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ശക്തിയും കൂടെയാണ്. അതെ, അങ്ങ് ദൂരെ ഒരു വലിയ സ്വർഗത്തിലിരുന്ന് നമ്മെ വിളിക്കുന്ന ദൈവമല്ല, മറിച്ച് ഈ ഭൂമിയിൽ നമ്മോടുകൂടെ ഇരിക്കുന്ന, നമ്മോടുകൂടെ നടക്കുന്ന, നമ്മെ നടത്തുന്ന, നമ്മെ ഇരുത്തുന്ന കർത്താവായ യേശുനാഥൻ. അതെ, നാം അങ്ങ് ചെന്ന് ഇരിക്കുകയല്ല, അവിടുന്ന് ചേർത്ത് കൂടെ ഇരുത്തുകയാണ്. കർത്താവേ, അവിടുന്ന് എത്ര നല്ലവനാണ്. അങ്ങെനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന കർത്താവാകയാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. അതെ, അങ്ങയ്ക്ക് മുൻപിൽ സവിനയം എന്നെ സമർപ്പണം ചെയ്യുകയാണ്. പ്രാർത്ഥനകൾ ഇങ്ങനെ തന്നെയാകട്ടെ. മുൻപോട്ടുള്ള ദിവസങ്ങൾ, മണിക്കൂറുകൾ കർത്താവിൽ സമർപ്പിച്ച് കർത്താവിനോട് ചേർന്ന് പോകാം. കർത്താവ് നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. തളർന്നു പോകാതെ നിൽക്കുക. കർത്താവ് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ.